ഹായ്, അപ്പോൾ എല്ലാവർക്കും ആപ്റ്റി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഒരുപാട് നാളായി നമ്മളുടെ ചാനലിലും നമ്മുടെ ഫേസ്ബുക്ക് പേജിലുമൊക്കെ നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ വീട് പണിയുടെയൊക്കെ തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യുന്നുണ്ടായില്ല. അപ്പം നമ്മുടെ ചെടികളൊക്കെയാണ് നമ്മൾ ഇട്ടിരുന്നത്. അയ്യോ, എൻ്റെ കണ്ണ് കാണുന്നില്ല ഗായ്സ്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറയാം. തുറന്നു വിട്ടിട്ടുണ്ട് പൊന്നായി. അപ്പം നമ്മൾ ചെടികളുടെയൊക്കെ കുറേ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതൊന്നും പണി കാരണം നമുക്ക് നോക്കാൻ പറ്റിയില്ല. നമ്മുടെ 10-40 റോസ് ഉണ്ടായിരുന്നു, അതിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പം ഇനി ഇതൊക്കെ ഒന്നേന്ന് തുടങ്ങണം. അപ്പോൾ എന്താണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ചെടികളെന്നൊക്കെ ഒന്ന് കാണിക്കാം. എന്നിട്ട് അതിൻ്റെ കെയറിങ് ഒക്കെ ഇനി ഒന്നുകൂടെ തുടങ്ങിയെടുക്കണം. അപ്പോൾ നമ്മൾക്ക് വരുന്ന വീഡിയോസിൽ അതിൻ്റെ കെയറിങ് ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും, അല്ലേ പൊന്നയ്യേ? അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ചെടികളുടെ ഒരു അവസ്ഥ ഒന്ന് കാണിക്കാമേ. ഇതൊക്കെയാണ് നമ്മുടെ ചെടികൾ. ഹലോ ഗായ്സ്, ഇതൊക്കെയാണ് നമ്മുടെ ചെടികൾ അന്നത്തെ. അപ്പൊ അതൊക്കെ നമ്മൾ ഹാങ്ങിങ് വെച്ചാണ്. അപ്പൊ നമ്മൾ പഴയ വീടാത്. അപ്പം അതിന്റെ അമ്മ നാന്നോന്നാ എന്തോ ചെറിയ കുത്തി പിടിച്ചോണ്ട് സൂക്ഷിച്ചു നോട്ടം. അത് ചോദിക്കേ അച്ഛൻ വണ്ടി കഴുകാത്ത വണ്ടി, അച്ഛയുടെ വണ്ടി കഴുകാത്ത വണ്ടി. അപ്പോൾ ഗൈസ്, നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ നമ്മൾ ചെടിയൊക്കെ ഈ വഴിയരികത്തൊക്കെയാണ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ പണി നടക്കുന്ന കാരണം ഇവിടെ നമുക്ക് വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും കുറേ നമുക്ക് നോക്കാൻ ശ്രദ്ധക്കുറവ് കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയ റോസുകളൊക്കെ ഒരുപാടുണ്ട്. അതിൽ നമ്മൾ കെയർ ചെയ്ത് മാറ്റി വെച്ചേക്കുന്നതാണ് നമ്മുടെ ഈ കാശ്മീരി വെറൈറ്റിയിൽപ്പെട്ട റോസ് ഉണ്ടല്ലോ. ഇത് ഒരുപാട് നമ്മുടെ റീൽസിലൊക്കെ വന്നിട്ടുള്ള ഒരു റോസാണ് കേട്ടോ, കാശ്മീരി റോസ്. നല്ല പൂവാണ്. ഒരു 7 ദിവസം 8 ദിവസമൊക്കെ നിൽക്കും അതിൻ്റെ പൂവ്. അതൊക്കെ നമുക്ക് ശരിക്കും നന്നായിട്ട് മോശമായി പോയ ചെടിയായിരുന്നു. അപ്പം അത്യാവശ്യം ഒന്ന് മാറ്റി വെച്ചിട്ട് ഏകദേശം 1 മാസം ആവാനായി. അതിൻ്റെ ഒരു കെയർ ഉള്ളത് കൊണ്ട് അതങ്ങനെ നിൽക്കുന്നത്. ഇപ്പോഴും ഇതിന് മഞ്ഞളിപ്പൊക്കെ ഉണ്ട്, ഫംഗിസൈഡിൻ്റെ കുറവുണ്ട്, നല്ല വളത്തിൻ്റെ കുറവുണ്ട്, അങ്ങനെയൊക്കെ നിൽക്കുന്നു. നമ്മുടെ അരേലിയൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ മതിലിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോഗൻവില്ല കുറേയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒരു ഓർഡറിലൊന്നും അല്ല ഇരിക്കുന്നത്. അപ്പം നമ്മൾ മുറ്റത്തോട്ട് ഈ റോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം കാശ്മീരി റോസിൻ്റെ കുറേ വെറൈറ്റി കളക്ഷൻസ് നമുക്കുണ്ട്. പിന്നെ നമ്മുടെ 7 ഡേ റോസ്, ഇത് നമ്മുടെ 7 ഡേയ്സ് റോസാണ് ഈ കാണുന്നത്. നല്ല ചന്ദന കളറിലെ പൂ വരുന്ന ഒരു 7 ഡേയ്സ് റോസാണ്. അതുമൊക്കെ വീക്കായിരുന്നതാണ്, ഇപ്പോൾ ഒന്ന് ക്ലിയർ ആക്കി വന്നിട്ടുണ്ട്. ഇതൊരു ബഡ് റോസാണ് ഈ കാണുന്നത്. അത് പക്ഷെ സേഫായി. കുറേ ബഡ് റോസ് നമ്മുടെ ഇന്ന് പോയി. ഈ ഓൺ റൂട്ടഡ് റോസുകൾ മാത്രമാണ് നമുക്കിപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഇത് നമ്മുടെ വേറൊരു കാശ്മീരി റോസാണ്. അതും അത്യാവശ്യം നല്ല തളിരിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പം നമുക്ക് നല്ലൊരു അനുകൂലമായിട്ടുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് നമ്മുടെ ഒരു എന്താണ് ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല. നിറയെ പൂക്കളുണ്ടാകുന്ന കുഞ്ഞു പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗി അത് കാണാൻ വേണ്ടി. നിറയെ പൂക്കളുണ്ടാവും. ഗൈസ്, ഇത് കണ്ടോ, പൊന്നയുടെ കയ്യിൽ 2 എന്ത് ചക്കയാ? കടപ്ലാവൻ ചക്ക അല്ലേ? കടപ്ലാവൻ ചക്ക എന്ന് പറയുന്ന സാധനം. അതിവിടെ ആരോ കൊണ്ടുവന്ന് വെച്ചത്, ആരോ കൊണ്ട് തന്ന ചേട്ടായി കൊണ്ട് തന്നല്ലേ? ഹലോ ഗായ്സ്, ഗൈസ്, പൊന്നായി പറഞ്ഞത് നിങ്ങൾ ചെടിയൊക്കെ കണ്ടോ, മേളിൽ തൂങ്ങിക്കിടക്കുന്ന ചെടിയൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലെന്നാ പൊന്നായി ചോദിക്കുന്നത്. അത് ഏതാണെന്നറിയാമോ? നമ്മുടെ ടൈഡൽ വേവ് റെഡ് പെറ്റൂണിയാണ്. അത് നമ്മുടെ റീൽസിലും ഷോർട്സിലും ഒക്കെ ഈ അടുത്തിടയ്ക്കൊക്കെ വരുന്ന ഒരു ചെടിയാണ്. പിങ്കല്ല, അത് വയലറ്റ്. പൊന്നായി പറഞ്ഞത് അതല്ല, വയലറ്റ് ആണെന്ന് പറയുന്നു. പൊന്നായി പറഞ്ഞ വയലറ്റ് ഇതാണ്, പെറ്റൂണിയാണ്. നമ്മുടെ കയ്യിൽ ഈ കാക്കപ്പൂവിൻ്റെ ഈ ചെടിയില്ലേ, നിറയെ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഇത് ഈ ബോഗൻവില്ല നിൽക്കുന്നുണ്ടോ, ഇത് നമ്മുടെ പൂന വൈറ്റ് വെറൈറ്റി പെടുന്നതായിരുന്നു. പക്ഷേ ഇതിൽ പൂവൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ നമ്മൾ ചൈന ഡോളിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അത് നമ്മളെടുത്ത് താഴെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി വലുതായി വരണം. പിന്നെ ഈ ഫേണൊക്കെ ഉണ്ടല്ലോ, ഇത് കുറേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഈ സ്റ്റെപ്പിൻ്റെ അങ്ങേ സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. കുറേ ഫേൺ ഉണ്ടായിരുന്നു, അതൊക്കെ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇതിൻ്റെ ഇലകളെല്ലാം വന്നിട്ടുണ്ട്. പൊന്നായി അങ്ങോട്ട് പോകുമ്പോഴും ഓരോന്ന് പറിച്ചാണ് ഇതിങ്ങനെ ആക്കി വെച്ചേക്കുന്നത്. ഇതാണ്ട് നമ്മുടെ ചില്ലി യെല്ലോ എന്ന് പറയുന്ന ഒരു ബൊഗൻവില്ല ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പൂ പറിച്ചുകൊണ്ട് വന്നിട്ട് കൊണ്ട് കാണിക്കുക. എല്ലാ പൂക്കളും പറിക്കലാണ് പൊന്നായിയുടെ പരിപാടി.
പിന്നെ നമ്മുടെ പുൽച്ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പറയുന്ന പെറ്റൂണിയാസ് ഒക്കെ നമ്മള് പൊന്നയുടെ ഓരോരോ പരിപാടികള്. പിന്നെ നമ്മൾ പെറ്റൂണിയൊക്കെ ഇതിനകത്തൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ റെഡ് പെറ്റൂണിയയും ഒക്കെ കുറേ പ്രൊപ്പഗേറ്റ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് അവിടേക്ക് ഇരിക്കുന്നത്. പിന്നെ ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ ഇതിൻ്റെ കുറേ വെറൈറ്റീസ് നമുക്ക് ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ ശരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, കെയറില്ലാണ്ട് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ചെടികളൊക്കെ എത്ര ഉണ്ടെന്നൊക്കെ നോക്കണം ഇനി ഏതൊക്കെയാണ്. പിന്നെ നമ്മുടെ അരീലിയക്കുട്ടന്മാർ, അവന്മാരെല്ലാം സേഫായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. അരീലിയൊക്കെ ഇവിടെ ഗാർഡനൊക്കെ ഏകദേശം ഒന്ന് സെറ്റ് ചെയ്ത് വരുമായിരുന്നു. വീട് പണിയായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാവരും മാറ്റി വെച്ചിരുന്നത്. ഇപ്പോൾ ഇവന്മാരെയൊക്കെ ഒന്ന് അതിനിടയ്ക്ക് പൊന്നായി ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ട്രേ എടുത്തിട്ട് അതിനകത്ത് മീൻകുളം പൊന്നയുടെ അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതിനകത്ത് നമ്മുടെ ഗപ്പി ടാങ്കിൽ നിന്ന് പൊന്നായി ഒരു മീൻ കുഞ്ഞിനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഗപ്പിയുടെ കുഞ്ഞിനെ പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അതിനെ എടുത്ത് മാറ്റിയിടണം. ഗൈസ്, അത് ഏത് ടാങ്കിൽ മോനെ പിടിച്ചതിനെ? അതൊരു ഗള്ളിവിങ്സ് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അരേലിയകൾ ഇങ്ങനെ ഒരു ലൈനിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോഗൻവില്ലാസ് ഒക്കെ ശരിക്കും നമ്മുടെ ഫ്രണ്ടിലത്തെ മതിലിൻ്റെ തൊട്ട് താഴെ വെയിലിൻ്റെ ഒരു കുറവുണ്ട്. അത് കാരണം ബോഗൻവില്ലാസ് എല്ലാം ഒന്നും അങ്ങനെ പൂവിട്ടിട്ടില്ല. എല്ലാം ആദ്യമൊന്ന് പൂത്തതായിരുന്നു, പക്ഷെ രണ്ടാമത്തെ പൂവ് അതിൽ വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ ബോഗൻവില്ലാസ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മുല്ല, പിന്നെ ഈ ഒരു ചെടി ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു, ഒക്കെ നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ ഒരു ഒരു ഓർക്കിഡ് കണ്ടല്ലേ, ഇത് നമ്മുടെ എന്താ അതിൻ്റെ പേരെനിക്കറിയില്ല. ഇതിൻ്റെ പേരെന്തെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇതിപ്പോൾ പൂവിട്ട് വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ നേരത്തെ നമ്മളിങ്ങനെ വഴിയിൽ ഇറക്കി വെച്ചിരുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, അത് കുറേയൊക്കെ നമ്മളിങ്ങോട്ട് മാറ്റിയതാണ്. ഇപ്പോഴും വഴിയിൽ ഉണ്ട്, കണ്ടില്ലേ? ഈ ബോഗൻവില്ലയൊക്കെ കണ്ടോ, ഇത് താഴെ നിന്ന് പൂക്കുന്നു. ഇതൊരു വൈറ്റ് ബോഗൻവില്ലയായിരുന്നു. അതിൻ്റെ കുറച്ച് പൂക്കളൊക്കെ ഉള്ളു, ബാക്കി പൂവൊക്കെ കുറവാണ്. ഇനിയിപ്പോൾ DAP ഒക്കെ കൊടുക്കണം. ഇനിയിപ്പം ബോഗൻവില്ലയ്ക്ക് DAP ഒക്കെ കൊടുത്തിട്ട് കാര്യമുണ്ടോ എന്ന് അറിയില്ല. ഇങ്ങനെയായിരുന്നു നമ്മുടെ വഴിയിൽ നമ്മൾ ചെടിയൊക്കെ വെച്ചിരുന്ന ഒരവസ്ഥ. അപ്പം നമ്മളിങ്ങനെ ചെടികളൊക്കെ കുറേ സ്ഥലത്തേക്കൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡുകൾ, ഇത് കുറേ വെറൈറ്റീസ് ഉണ്ട്, ഏതൊക്കെയാണെന്ന് അറിയില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇല കണ്ടോ ഗൈസ്? ഇതിൻ്റെയൊക്കെ ഇലകളെല്ലാം നമ്മളാരും ക്രാപ്പ് ചെയ്തേക്കുന്നതല്ല, വളർന്നു നിൽക്കുന്നു അല്ലേ? ഇതെല്ലാം ഉണ്ടല്ലോ നമ്മുടെ കോഴികൾ വന്ന് കൊത്തി തിന്നുന്നു. അതുകൊണ്ട് ഇത് പൂക്കാൻ സമ്മതിക്കുന്നില്ല. ഒരു 4 വെറൈറ്റീസ് ഉണ്ടായിരുന്നു ഇതിന്. എത്ര എണ്ണിയാലും തീരത്തില്ല, അത്രയും പൂവുണ്ടെന്നാ പൊന്നെ പറയുന്നത്. ശരിയാ, ഒരു 1000 പൂവുണ്ടല്ലേ പൊന്ന? ശരി. അപ്പം നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ നമ്മുടെ ഹൈഡ്രാഞ്ചിയ കണ്ടോ? ഹൈഡ്രാഞ്ചിയൊക്കെ ശരിക്കും ഇത് മാറ്റി വെക്കേണ്ടതാണ്. നല്ല പൂവല്ലേ, നോക്കി ഗൈസ്. നമ്മുടെ ശ്രീലങ്കൻ മുല്ല നിറയെ പൂവുള്ളതാണ്. ഇത് പൊന്നായുടെ പരിപാടിയാണ്. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഇതിൻ്റെ ഓരോ പൂക്കൾ പറിച്ചുകൊണ്ട് പോവുക, ഇല പറിച്ചുകൊണ്ട് പോവുക. കണ്ടില്ല, ഇപ്പം തന്നെ പറിച്ചുകൊണ്ട് പോകുക. സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ നമ്മുടെ ശ്രീലങ്കൻ മുല്ല. പിന്നെ നമ്മൾ ഈ ഭിത്തിയിലെല്ലാം, ഈ മതിലെല്ലാം നമ്മൾ അരേലി അങ്ങേറ്റം വരെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, പിച്ചിയാണ്. പിച്ചി ഇപ്പം പൂവില്ല, നമ്മൾ മണ്ണിലോട്ട് ഇറക്കി വെച്ചിട്ട് പൂവില്ല. ഇതിലും പിച്ചിയാണ്, ഈ ചട്ടിയിലും പിച്ചിയാണ് ഇരിക്കുന്നത്, അതിലും പൂവില്ല. പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് നമുക്ക് ഇൻഡോർ ആക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. എല്ലാം നമ്മൾ താഴെ ഇപ്പോൾ വെച്ചേക്കുന്നത്, ഇനി മാറ്റി വെക്കണം. പിന്നെ ഇത് നമ്മുടെ ഒരു ബഡ് റോസ് ആണ്. ഇത് നമ്മുടെ കാശ്മീരീസ് ആണ്. ഇത് നമ്മുടെ ഒരു ബഡ് റോസ് ആണ്, ഉണ്ടോ? പിന്നെ നമ്മൾ ഇതിനകത്തൊരു നമ്മുടെ ബനാന സപ്പോട്ടയില്ലേ, ചിക്കു ബനാന സപ്പോട്ടയാണ് ഇരിക്കുന്നത്. അതെ, പൊന്നായി ഒരു പേരക്കയുടെ വിളവെടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ തായ്പിങ്ക് വെറൈറ്റിയിൽപ്പെട്ട ഒരു പേരയായിരുന്നു. അപ്പം അത് കണ്ടില്ലെങ്കിൽ എല്ലാവരും പോയി കാണണേ. അപ്പോൾ ആ തായ്പിങ്ക് വെറൈറ്റിയുടെ ഒരു പേരക്ക വിളവ് പൊന്നായി എടുത്തതിൻ്റെ ഒരു ചെടിയാണത് കേട്ടോ. അതൊന്ന് കണ്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കാണണേ. സപ്പോട്ട, അതെ സപ്പോട്ട കാണിച്ചു. പിന്നെ നമ്മുടെ ചെടികൾ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിങ്കാറോസ് കണ്ടോ ഗൈസ്? ഇതിനെന്തോ ഫംഗസ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇലയെല്ലാം ഇന്നലെ 2 ദിവസം മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടതാണ്, പല കളറിലാണ്. പക്ഷേ ഇതെല്ലാം കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. ഫുള്ള് ഫംഗസ് അടിച്ചിട്ടുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇലകളൊക്കെ ഒരുമാതിരി ചീഞ്ഞു പോകുന്നു. എന്തോ രോഗമാണ്, എന്ത് പറ്റിയെന്ന് അറിയില്ല. അതിന് ഫംഗിസൈഡ് എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു
കാര്യം. പിന്നെ ഇങ്ങനെ നമ്മൾ ചെടികൾ ഇങ്ങനെയൊക്കെ വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ ഒരു ടുഡേ ടുമോറോ യെസ്റ്റർഡേ അങ്ങനെ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, അതാണ്. പിന്നെ നമ്മുടെ നാടൻ വെറൈറ്റിയിൽപ്പെട്ട റോസുകളാണ് ഇതൊക്കെ. നമ്മുടെ ഒരു വേറെ ബോഗൻവില്ലയാണ്. ഇത് നമ്മുടെ ഒരു പെറ്റൂണിയാണ് കേട്ടോ. ഇതൊരുമാതിരി പൂവെല്ലാം കഴിഞ്ഞിട്ട് ഇത് പിന്നെയും ആയി വരുന്നുണ്ട്, ഒരു വയലറ്റ് ഷെയ്ഡിനുള്ള. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ചെടികളൊക്കെ ഉള്ളത്. ചെടികൾക്കൊക്കെ ഇനിയും നല്ല കെയർ ആവശ്യമുണ്ട്. നമ്മുടെ ചെടികളും ഗാർഡനും ഒക്കെ പഴയ ഒരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ കൂടെ ചെടികളൊക്കെ ആക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുകയും വേണേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.